அப்படின்னு சொல்லும் போது நான் டோர் ஓபன் பண்ணி பாறேன், இவரு தான் பாடுறாரு அப்படின்னு. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ അടുത്ത് തമിഴ് ആക്ടർ വിശാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് തനിക്ക് സംസാരിക്കാൻ കഴിയാതെയും കൈകൾ വല്ലാതെ വിറച്ചുമൊക്കെ കാണപ്പെട്ടു. ഇപ്പോഴിതാ പ്രേക്ഷകർ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വൈറൽ ഫീവറാണ് തനിക്ക് ബാധിച്ചിരിക്കുന്നതെന്നാണ് ചുറ്റുമുള്ള വൃത്തങ്ങൾ പറയുന്നത്. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും മാൻലി ലുക്കുണ്ടായിരുന്ന ഹീറോയാണ് വിശാൽ. സണ്ടക്കോഴിയുടെ റിലീസിന് ശേഷം നടന്ന കേരളത്തിലടക്കം ഒരുപാട് ആരാധകരാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും ക്രഷായിരുന്നു വിശാൽ. 47കാരനായ താരം തമിഴ് സിനിമയിൽ ഇനിയും വിവാഹം കഴിക്കാത്ത നടന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളയാളാണ്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ചെല്ലമേ സിനിമയിലൂടെ നായകനായി, പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മുൻനിര നായകനായി, നിർമ്മാതാവായി, തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തെത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോയിൽ വളരെ അവശനായ വിശാലിനെയാണ് ആരാധകർ കണ്ടത്. ആരാധകർക്ക് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അതൊരു ഷോക്കായിരുന്നു. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം റിലീസിനൊരുങ്ങുന്ന മദ ഗജരാജയുടെ പ്രീ റിലീസ് പരിപാടിയിലാണ് അവശനായി വിശാൽ എത്തിയത്. ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത്. മാത്രമല്ല, സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുകയും നാവ് കുഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്ത് നീരുമുണ്ടായിരുന്നു. കാഴ്ചയ്ക്കായി കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു. വിശാലിന് എന്ത് പറ്റിയെന്നാണ് വീഡിയോ വൈറലായതോടുകൂടി എല്ലാവരും തിരക്കുന്നത്. കടുത്ത മൈഗ്രെയിനും പനിയുമാണ് നടന്റെ അവശതയ്ക്ക് പിന്നിലെന്നാണ് അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത്. എന്നാൽ പനിക്കും അപ്പുറം മറ്റെന്തോ വലിയ അസുഖം നടനുണ്ടെന്ന് പറയുകയാണ് സിനിമാ നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ ചെയ്യാറു ബാലു. തമിഴ് സിനിമയിൽ ഏറ്റവും മാൻലി ലുക്കുള്ള നടനായിരുന്നു വിശാൽ. ഇവൻ സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു. വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായ ശേഷം ബോഡി ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചതാവാം കാരണമെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. സ്ട്രെസ്സും ടെൻഷനും കാരണം ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അന്ന് അത് പുറത്തു പറഞ്ഞിരുന്നില്ല. കടങ്ങൾ, പ്രണയപരാജയം, സുഹൃത്തുക്കളുടെ ചതി, സിനിമകളുടെ പരാജയം ഇതൊക്കെ അലട്ടുന്നുണ്ടാകാം. നടനാണെങ്കിലും മനുഷ്യനല്ലേ. പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്നയാളാണ് വിശാൽ. വിശാലിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ